നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ജ്യോതിഷ പഠന ക്ലാസ്സിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹപാഠിയുമായി ഒരു ജാതകം ഈ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ പ്രത്യക്ഷത്തിൽ അതിൽ രാജയോഗങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ ഒരു ഭയങ്കര വലിയൊരാളുടെ ജാതകമാണ്. അപ്പോൾ അതിൽ ആത്മകാര ഗ്രഹവും അമാത്യകാര ഗ്രഹവും എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങൾ യോഗം ചെയ്തൊരു രാശിയിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ സ്ഫുടമുള്ള ഗ്രഹം, അതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സ്ഫുടമുള്ള ഗ്രഹങ്ങളും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അതൊരു വലിയ രാജയോഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മളുടെ കൂടെ പഠിച്ച ആളുകളുണ്ടല്ലോ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു കാരണവശാലും ഒരു കാലത്തും കളയരുത് കേട്ടോ. നമ്മളുടെ ആ ക്ലാസ്സിൽ നിന്നിറങ്ങി പല പല ഭാഗത്തേക്ക് അവർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന പല പല എക്സ്പീരിയൻസ് എപ്പോഴും നമ്മളുമായിട്ട് ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മളുടെ അറിവിനെ ഒരുപാട് കൂട്ടാനായിട്ട് പറ്റും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവ് അല്ലെങ്കിൽ നമ്മൾ സ്വയം പഠിച്ച അറിവിനേക്കാളും ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന പോലെ പല ടിപ്സും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് അറിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ സ്വയം പഠനം, നമ്മളുടെ വായന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള നല്ല സത്സംഗങ്ങൾ ചെയ്യുക. നമ്മളുടെ ഗുരുക്കന്മാരെ പോലുള്ള ആളുകളുമായിട്ടും സത്സംഗങ്ങൾ ചെയ്യുക. നമ്മുടെ ഈ കൂട്ടുകാരുണ്ടല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും തുറന്നു ചോദിക്കാനായിട്ട് ഒരു ചമ്മലുമില്ലാതെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ആൾക്കാർ, അവർ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ കൂട്ടുകെട്ട് എപ്പോഴും വേണം കേട്ടോ.